കളിക്കളത്തിലേക്ക് പോവുകയാണ് ആദ്യം. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ വൈഭവ് സൂര്യവംശിക്ക് സെഞ്ചുറി. 55 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി നിരവധി റെക്കോർഡുകൾ പഴങ്കഥയാക്കി. 80 പന്തിൽ 175 റൺസ് നേടിയാണ് വൈഭവ് പുറത്തായത്. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് നീങ്ങുകയാണ്. രുജീഷ് ചേർന്ന വിവരങ്ങളുമായി. രുജീഷ്, ആവേശകരമായ തുടക്കമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഒരു കിരീടം കൂടി നമ്മുടെ കയ്യിലേക്ക് വരാനിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. ഒരു 14-കാരൻ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലോകകപ്പിന്റെ ഫൈനലിൽ ഇത്രമാത്രം മികച്ച ഒരു ഇന്നിങ്സ് ഒരുപക്ഷെ നമ്മുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇന്നിങ്സ് ആണ്. അണ്ടർ-19 ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയാണ് ഇപ്പോൾ വൈഭവ് സൂര്യവംശി പുറത്തായത്. 55 പന്തിലാണ് വൈഭവ് സെഞ്ചുറി നേടിയത്. ഈ ചെറിയ പ്രായത്തിൽ 14 വയസ്സിൽ ഇതുവരെ വിവിധ ടൂർണമെന്റുകളിലായി 8ാമത്തെ സെഞ്ചുറിയാണ് വൈഭവ് നേടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ പല റെക്കോർഡുകളും വൈഭവ് മാറ്റി തീർത്തു. ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായി, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന, ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി, അണ്ടർ-19 ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി, അതോടൊപ്പം 150 റൺസ് എന്ന സ്കോറിലേക്ക് അണ്ടർ-19 ലോകകപ്പിന്റെ ഫൈനലിൽ ആദ്യമായി എത്തുന്ന ഒരു താരമായി, അങ്ങനെ നിരവധി റെക്കോർഡുകൾ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരം, അണ്ടർ-19 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരം എന്നത് 55 പന്തിൽ സെഞ്ചുറി കുറിച്ച് വൈഭവ് സ്വന്തമാക്കി. ഇതേ ലോകകപ്പിൽ തന്നെ 51 പന്തിൽ സെഞ്ചുറി നേടുത്ത വില്ലിന്റെ പേരിലാണ് റെക്കോർഡ്. ആ റെക്കോർഡ് വൈഭവിന് മറികടക്കാനായില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ താരമെന്ന റെക്കോർഡ് കൂടി, അത് ആഗോള തലത്തിൽ തന്നെ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആ റെക്കോർഡ് കൂടി വൈഭവ് സ്വന്തമാക്കി. വൈഭവ് ക്രീസിലേക്ക് എത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത് ഇത്തരത്തിൽ ഏത് റെക്കോർഡ് വൈഭവ് മറികടക്കും എന്നത് മാത്രമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവ് ഏത് ടൂർണമെന്റിൽ പോയാലും മറികടക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം IPL-ൽ വെറും 13ാമത്തെ വയസ്സിൽ അരങ്ങേറി റെക്കോർഡിട്ട താരമാണ്. അവിടെ തന്നെ സെഞ്ചുറി നേടി ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിട്ട ആളാണ്. അതോടൊപ്പം യൂത്ത് ടെസ്റ്റിൽ, യൂത്ത് ODIയിൽ, അതോടൊപ്പം ഇന്ത്യ A ടീമിന് വേണ്ടി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് വേണ്ടി, അങ്ങനെ ഏത് ടൂർണമെന്റിലേക്ക് പോകുമ്പോഴും സെഞ്ചുറി നേടി വിസ്മയിപ്പിക്കുന്നതാണ് കണ്ടത്. ഇവിടെ ലോകകപ്പിന്റെ ഫൈനലിലാണ് ഈ നേട്ടം എന്നത് ഏറെ ശ്രദ്ധേയകരമാണ്. കാരണം ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ സമ്മർദ്ദത്തിൽ ബാറ്റ് വീശുന്നതാണ് കണ്ടത്. ഒരു 14-കാരൻ ഒരു സമ്മർദ്ദവും ഇല്ലാതെ വളരെ കൂളായി ഒരു സെഞ്ചുറിയിലേക്ക് പോകുന്നു. അത് ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ്, അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സ്. ഒരുപക്ഷെ നമ്മുടെ ഇതിഹാസ താരങ്ങളൊക്കെ നമ്മളെ പടിവിട്ട് പോകുന്ന ഒരു കാലത്തേക്കാണ് നമ്മളുടെ ക്രിക്കറ്റ് ഉള്ളത്. കാരണം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ അവരുടെ 2020 കരിയർ അവസാനിപ്പിച്ച് ഏകദിനത്തിലേക്ക് മാത്രമായി ചുരുങ്ങി. ഇന്ത്യൻ ക്രിക്കറ്റ് ഇനി ഭാവിയിലേക്ക് ആര് എന്ന് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പായും പറയാം, അടുത്ത 2 പതിറ്റാണ്ട് കാലമെങ്കിലും നമ്മുടെ ക്രിക്കറ്റിന്റെ ഭാവി ശോഭനമെന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഈ ഇന്നിങ്സ്. അത്രമാത്രം മികച്ച ഒരു ഇന്നിങ്സിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഇന്ത്യ ഈ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വളരെ കൂറ്റൻ സ്കോറിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ആയുഷ് മാത്രേ ക്യാപ്റ്റൻ കൂടി നേരത്തെ അർദ്ധ സെഞ്ചുറി നേടി പുറത്താവുകയും ചെയ്തു. എന്തായാലും മികച്ച ഒരു സ്കോർ തന്നെ ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ്. ആനന്ദ്.